നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വോയിസ് മെസ്സേജിൽ ഞാൻ വർഷയുടെ ചേച്ചിയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. എനിക്ക് എന്തായാലും അവനെ വിളിച്ചല്ലേ പറ്റൂ. വർഷയുടെ ജീവിതമാണ്. അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി ശ്യാമിന് എന്തേലും അപകടം? അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ശ്യാമിന്റെ കൈപിടിച്ചാണല്ലോ വർഷ എത്തിയത്. ഇനി ഒരു പക്ഷേ ശ്യാമും വർഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിക്രം തെറ്റിദ്ധരിച്ചു കാണൂ. അങ്ങനെ ഉണ്ടായ വിക്രമിന്റെ സ്വഭാവം വെച്ച് അവൻ ശ്യാമിനെ അപായപ്പെടുത്തും. ഒരു പക്ഷെ ശ്യാം, ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് മാർഗം സ്വീകരിച്ചായാലും വർഷയെ രക്ഷപ്പെടുത്തണം. വിക്രം എന്ന ക്രൂരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനാരുടെ സഹായം ഞാൻ ആവശ്യപ്പെടേണ്ടത്? അതെ, ഞാനാ വിളിച്ചിരുന്നേ. പിടിച്ചോളൂ. ക്യാഷ് പേ ചെയ്യട്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ചേച്ചിയോ? എന്നിവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിനക്ക് സുഖാണോ വർഷേ? ചേച്ചിക്കോ? ദിയമോൾക്ക് എങ്ങനെയുണ്ട്? സുഖാണ് മോളെ. നീ എന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞു പോയിട്ട് നീ എന്താ വീട്ടിൽ വരാത്തെ? അത് ചേച്ചി, എന്നും വരണമെന്ന് വിചാരിക്കും, പക്ഷെ ആൾക്ക് വലിയ തിരക്കാ. അധികം താമസിയാതെ ഞങ്ങൾ വരുന്നുണ്ട്. എന്ത് തിരക്ക്? നീ ഒരു കോടീശ്വരന്റെ ഭാര്യയോ അതോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ? ഈ പൊരി വെയിലത്ത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന് നീ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? അയ്യോ ചേച്ചി, ഇത് ട്രെയിനിങ് പീരീഡാ. പുതിയൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം നേടാനുള്ള ട്രെയിനിങ്. അതിനിടയിൽ ഞാൻ എല്ലാം മാറ്റിവെച്ച് വീട്ടിലേക്ക് വന്നാ ശരിയാവില്ല. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ചേച്ചി ഇപ്പൊ പോക്കോ? ഇല്ല, പോവില്ല. ഞാൻ നിന്നെയും കൊണ്ടേ പോകുന്നുള്ളൂ. വർഷേ, നമ്മുടെ വീട്ടിലൊരു വിശേഷമുണ്ട്. ഹരിത ഗർഭിണിയാ. അവൾ ഈ വിവരം പറയാൻ നിന്നെ പലതവണ വിളിച്ചതാ. ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അവൾക്ക് പരാതിയുണ്ട്. നീ അവളെ വന്നൊന്ന് കാണണം. മാത്രല്ല, എനിക്ക് നിന്നോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി, ഞാൻ വരാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. ചേച്ചി, കസ്റ്റമേഴ്സ് വിളിക്കുന്നു, എനിക്ക് പോണം. എനിക്കൊന്നും കേക്കണ്ട. നീ ഇപ്പൊ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. സ്വന്തം കുടുംബത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. നീ വണ്ടിയെടുക്ക്.
എന്താ വർഷേ, നീ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് പോലെ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടല്ലേ ചേച്ചി ഞാൻ ഈ വീട് കാണുന്നേ. അതിൻ്റെതായ ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. കേറി വാ. എന്റെ തമ്പുരാനെ, എന്റെ തങ്ക കൊടമേ, ഇതെന്റെ വർഷമോള് തന്നെയാണോ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ. ഓ, കല്യാണം കഴിഞ്ഞു പോയ വർഷേ കാണുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യോ എന്റെ വർഷമോള്. എവിടെ വിക്രം വന്നില്ലേ മോളെ? ഇല്ല, ഞാൻ ചേച്ചിയോടൊപ്പം സ്കൂട്ടറിലാ വന്നേ. സ്കൂട്ടറിലോ? കല്യാണം കഴിഞ്ഞു പോയ പെണ്ണ് ആദ്യമായിട്ട് സ്കൂട്ടറിലാണ് വീട്ടിൽ വരുന്നത്. കോടീശ്വരനായ ഭർത്താവ് ഒത്തു നീ കാറിലൊക്കെയല്ലേ വന്നിറങ്ങേണ്ടത്. ഇതിപ്പോ ഒരു പുതുപെണ്ണിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇവള് പുതുപ്പെണ്ണൊന്നുമല്ല, വിക്രമിന്റെ സെയിൽസ് ഗേളാ. സെയിൽസ് ഗേളോ? സ്കൂട്ടിയില് ടൗണിലൊക്കെ കറങ്ങി നടക്കുന്നത് പിന്നെ ആരാ? ഒന്ന് പോ ചേച്ചി. അമ്മേ, ഏട്ടൻ എന്റെ പേരിൽ പുതിയ കമ്പനി തുടങ്ങാൻ പോവല്ലേ? ആണോ? ഭാവിയില് വർഷ അതിന്റെ മാനേജിംഗ് ഡയറക്ടറാ, അറിയോ? ബിസിനസ് രംഗത്തേക്ക് കടക്കാനുള്ള ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുക ഏട്ടൻ. ആണോ? പുതിയ ചില കമ്പനി പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുക, അതാണ് ഇപ്പോഴത്തെ എന്റെ ജോലി. തീരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക, അതാ ഏട്ടന്റെ തിയറി. ഉയരത്തിലെത്താനുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ് വർഷ. അങ്ങനെയുള്ള എന്നെയാ സെയിൽസ് ഗേൾ എന്ന് വിളിച്ച് ചേച്ചി ആക്ഷേപിക്കുന്നത്. ചേച്ചി ഒരു അമ്മാവൻ പോവല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും എന്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പക്ഷേ നീ വിക്രമനെയും കൂട്ടി വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. വിക്രമിന് അങ്ങനെ എപ്പോഴും ചാടിക്കേറി വരാൻ പറ്റുമോ? വിക്രമിന്റെ സ്റ്റാറ്റസും തിരക്കും ഒക്കെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.